ആരാധകരെ ഏറെ ഞെട്ടിച്ച വേർപിരിയലായിരുന്നു മനോജ് കെ ജയന്റെതും ഉർവശിയുടേതും. 2000-ലായിരുന്നു ഇവരുടെ വിവാഹം. 2008-ൽ ഇരുവരും വേർപിരിയുകയും ചെയ്തിരുന്നു. വേർപിരിഞ്ഞതും വിവാഹമോചന സമയത്തുണ്ടായ പ്രശ്നങ്ങളും അന്ന് വലിയ വാർത്തകൾക്ക് വഴിവെച്ചു. ഇരുവർക്കും തേജാലക്ഷ്മി എന്നൊരു മകളുണ്ട്. കുഞ്ഞാറ്റി എന്നാണ് താരപുത്രി അറിയപ്പെടുന്നത്. മകളുടെ സംരക്ഷണ അവകാശം സംബന്ധിച്ച് രണ്ടുപേർക്കിടയിൽ വഴക്ക് നടന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ കുറച്ചു കാലം നീണ്ടുനിന്നു. ഇന്ന് പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് രണ്ടുപേരും ജീവിതത്തിൽ രണ്ടു ദിശയിലാണ്. കുഞ്ഞാറ്റിയുടെ വിശേഷങ്ങളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് താരം. തന്റെ വിശേഷങ്ങളും കുടുംബത്തിനൊപ്പമുള്ള നല്ല നിമിഷങ്ങളും താരപുത്രി നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട്. ഇപ്പോൾ ഉർവശിയുടെ മകൾ തേജാലക്ഷ്മി അമ്മയുടെ പാത പിന്തുടർന്ന് സിനിമാ രംഗത്ത് കടന്നുവരാനുള്ള തയ്യാറെടുപ്പിലാണ്. ഉർവശിയെ പോലെ മകളും കരിയറിൽ ഗതികൾ നേടുമോ എന്ന ആകാംക്ഷ പ്രേക്ഷകർക്കുണ്ട്. കഴിഞ്ഞ ദിവസം കുഞ്ഞാറ്റിയുടെ ആദ്യ സിനിമയുടെ പത്രസമ്മേളനത്തിൽ ഉർവശിയെക്കുറിച്ച് സംസാരിക്കവേ മനോജ് കെ ജിയൻ വികാരഭരിതനായാണ് സംസാരിച്ചത്. മകൾ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ ആദ്യം അമ്മയെ ചെന്ന് കണ്ട് അനുവാദം വാങ്ങാനാണ് മനോജ് കെ ജിയൻ മകളോട് നിർദ്ദേശിച്ചത്. അമ്മ സമ്മതിച്ചാൽ അഭിനയിക്കാമെന്നതായിരുന്നു ആ അച്ഛൻ സ്വീകരിച്ച നിലപാട്. ഉർവശി ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളാണ് എന്നും മനോജ് കെ ജിയൻ പറഞ്ഞിരുന്നു. വിവാഹമോചനം നടന്നപ്പോൾ കുഞ്ഞാറ്റ അച്ഛനൊപ്പമായിരുന്നു. അച്ഛനൊപ്പം വളർന്നെങ്കിലും അമ്മയുമായുള്ള ബന്ധത്തിൽ ഒരു ഉലച്ചിലും ഉണ്ടായിട്ടില്ല. രണ്ടുപേരും രണ്ടിടത്താണ് എങ്കിലും അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ഒരുപോലെ സ്നേഹത്തോടെയും അഭിമാനത്തോടെയുമാണ് കുഞ്ഞാറ്റ സംസാരിക്കുന്നത്. അമ്മയെ പോലെ തന്നെ മകളും ഒരു സ്റ്റാർ ആകുമോ എന്ന ചോദ്യത്തിന് കുഞ്ഞാറ്റ നൽകിയ മറുപടി സോഷ്യൽ മീഡിയയുടെ കയ്യടി നേടുകയായിരുന്നു. ഒരേയൊരു ഉർവശി മാത്രമേ ഉള്ളൂ. ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് എന്റെ അമ്മ. ഞാൻ അതിലും മികച്ചതാകുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കഴിഞ്ഞ മാസം ചെന്നൈയിൽ പോയപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മ ഓരോ സീനുകൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന്. പുള്ളിക്കാരി ജസ്റ്റ് വന്ന് ഒരു സിറ്റുവേഷൻ അഭിനയിച്ചു കാണിച്ചു തന്നു. ഞാനത് കണ്ട് ഞെട്ടിപ്പോയി. അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള നടിയാണ് എന്നും കുഞ്ഞാറ്റ പറഞ്ഞു. ഉർവശി, മനോജ് കെ ജിയൻ എന്നിവരുടേതിന് സമാന കുടുംബ സാഹചര്യമുള്ളവരാണ് ദിലീപും മഞ്ജു വാര്യരും. ഇരുവരും വിവാഹമോചിതരാണ്. മകൾ മീനാക്ഷി അച്ഛൻ ദിലീപിനൊപ്പമാണ് വളർന്നത്. എന്നാൽ മഞ്ജുവും മീനാക്ഷിയും തമ്മിൽ ഉർവശിയും കുഞ്ഞാറ്റിയും തമ്മിലുള്ളതുപോലുള്ള ഊഷ്മളമായ ബന്ധമുണ്ടോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഇരുവരെയും ഒരുമിച്ച് പൊതുവിടങ്ങളിൽ കാണാറില്ല. ഈയടുത്തു മാത്രമാണ് മീനാക്ഷിയെ മഞ്ജു വാര്യർ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ ആരംഭിച്ചത് പോലും. മാത്രമല്ല, മീനാക്ഷിയുടെ ഗ്രാജുവേഷൻ പോലുള്ള പ്രധാനപ്പെട്ട പരിപാടികളിലും അമ്മയായ മഞ്ജു വാര്യരുടെ സാന്നിധ്യം കണ്ടിട്ടില്ല. ദിലീപും കാവ്യ മാധവനുമാണ് മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത്. മനോജ് കെ ജയൻ ഉർവശിയെക്കുറിച്ച് സംസാരിച്ചതുപോലെ ദിലീപ് മുൻ ഭാര്യയായ മഞ്ജു വാര്യരെ കുറിച്ച് സംസാരിക്കുമോ എന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ ചോദിക്കുന്നു. ദിലീപ് ഇത് കണ്ടാൽ നന്നായിരുന്നു എന്നാണ് ഒരു കൂട്ടർ കമന്റ് ചെയ്യുന്നത്. മനോജ് ഒരിക്കലും ഉർവശിയെക്കുറിച്ച് തന്റെ മോളുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചിട്ടില്ല എന്നതിന് തെളിവാണ് ഇത്. എന്നാൽ പലയിടത്തും അങ്ങനെയല്ല എന്ന മറ്റൊരു കമന്റ്. ഇത് മീനാക്ഷി കാണുന്നുണ്ടോ? ഉർവശി ഭാഗ്യവതിയാണ്. മഞ്ജു മനസ്സിൽ കരയുന്നുണ്ടാകുമെന്ന് മറ്റൊരാൾ കുറിച്ചു. അച്ഛന്റെ അടുത്തിരുന്ന് അമ്മയെക്കുറിച്ച് ഇത്രയും സന്തോഷത്തോടെ ആ മകൾ സംസാരിക്കുകയും അച്ഛൻ അത് കേട്ട് ചിരിക്കുകയും സപ്പോർട്ട് നൽകുകയും ചെയ്യുന്നുവെങ്കിൽ അച്ഛൻ എന്ന നിലയിൽ മനോജ് കെ ജയൻ സൂപ്പറാണ് എന്നാണ് മറ്റൊരാളുടെ കമന്റ്. ദിലീപിന് ഇതൊരു പാഠമാകട്ടെ എന്നും മീനാക്ഷി ഇത് കണ്ട് പഠിക്കട്ടെ എന്നും പറയുന്നവരുമുണ്ട്.